ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം വിചാരിക്കണം. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ കുറേ ദിവസമായില്ലേ വ്ളോഗും വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട്. ഇടയ്ക്കൊക്കെ ഷോർട്ട് വീഡിയോ ഇടുന്നല്ലാതെ ലോങ് വീഡിയോസിലൊന്നും ഇപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണില്ല കേട്ടോ. ഒന്നുമല്ല, ഒന്നാമത് റമദാനാണ്, നിങ്ങൾക്ക് കാണാനും സമയമില്ല, എനിക്ക് വീഡിയോ എടുക്കാനും സമയമില്ല എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും റമദാനൊക്കെ കഴിഞ്ഞിട്ട് സജീവമായിട്ട് പഴയ പോലെ തന്നെ എന്നും വ്ളോഗായിട്ട് വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. റബ്ബ് സാധിപ്പിച്ച് തരട്ടെ. അപ്പോൾ ഞാൻ എന്നാലും എന്നെ മറന്നു പോകാൻ പാടില്ലല്ലോ. ഇടയ്ക്കൊന്ന് വന്ന് നോക്കിയില്ലെങ്കിൽ നിങ്ങളുടെ മറന്നു പോകില്ലേ. മറന്നു പോകുന്നുണ്ടെന്നുള്ളതിൻ്റെ വലിയ തെളിവാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ. തീരെ വ്യൂസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വീഡിയോ ഇടൽ കുറക്കുന്നതിനനുസരിച്ച് നിങ്ങളൊക്കെ എന്നെ മറന്നു പോകുന്നത് എനിക്ക് നല്ല ഉറപ്പാണ്. എന്തായാലും ഇനിവേ ഞാനതൊന്നും മൈൻഡ് ചെയ്യണില്ല. ഞാൻ വീഡിയോ ഇടാൻ തന്നെയാണ് തീരുമാനം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, റമദാൻ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ജോലികളും അതേപോലെ തന്നെ ഈ ഭാഗത്തിലൊക്കെ കുറച്ചും കൂടി ശ്രദ്ധിക്കുന്നതുകൊണ്ട് അങ്ങനെ ടൈം കിട്ടണില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്കും കാണാനും ടൈം കിട്ടുന്നുണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഒന്നാമത് എക്സാമാണ് ഇപ്പോൾ മക്കൾക്കൊക്കെ. മാഷാ അല്ലാഹ് ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന ദിവസം ജിയൻ്റെ എക്സാം കഴിയണം കേട്ടോ. ജിയൻ്റെ എക്സാം കഴിയണമെങ്കിലും അവൾ നീറ്റിൻ്റെ എക്സാം കഴിഞ്ഞാൽ അവൾ ഫ്രീ ആവുള്ളൂ. പക്ഷെ എക്സാം കഴിഞ്ഞിട്ട് ഇന്ന് വീട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് അവൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടെന്ന് ഉണ്ടാക്കുന്നത്. ഇന്ന് ചിക്കൻ ടിക്ക, അതേപോലെ തന്നെ കോഴി പൊരിച്ചത്, നല്ല സാധാരണ ചോറ്, ചെമ്മീൻ വറുത്തതൊക്കെ വേണമെന്ന് അവൾ പറഞ്ഞു കേട്ടോ. പരിപ്പ് കറി ഒക്കെ വേണമെന്ന്, നമ്മുടെ നാടൻ വിഭവങ്ങളൊക്കെയാണ് അവൾക്ക് വേണ്ടത്. അപ്പോൾ ചിക്കൻ ടിക്ക അതിൽ വെട്ടതല്ല, ശരി, ചിക്കൻ ടിക്ക അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കലും ഒക്കെ ചെയ്യാനാണ് കേട്ടോ ഇന്നിപ്പോൾ പണി. പിന്നെ മാരിനേറ്റ് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചാൽ വൈകുന്നേരം ഇറങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ അത് കരുതിയിട്ട് ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് മക്കൾക്കൊക്കെ സ്കൂൾ പൂട്ടുമല്ലോ അല്ലേ. ഇവിടെ മാജിക്കും സ്കൂൾ പൂട്ടും. അപ്പോൾ ഞാനിങ്ങനെ 2-3 ദിവസമായിട്ട് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഇവിടെ അവന് കളിക്കാനൊന്നും ആരുമില്ലല്ലോ. മക്കൾ സിയും മുനീഫൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഇവിടെ കോമ്പൗണ്ട് നിറച്ച് മക്കളുണ്ടായിരുന്നു. ഇവിടെ കാക്കമാരെ കുട്ടികളൊക്കെ ഒക്കെ ഒരേ ഏജാണ്, ഏകദേശം ഒരേ ഏജ് എന്ന് പറഞ്ഞാൽ 2-3 വയസ്സ് വ്യത്യാസമൊക്കെ ഉള്ള. അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒക്കെ പുറത്തും ഒക്കെയാണ് പഠിക്കൽ ഒക്കെ ആയിട്ട്, പഠിത്തത്തിനോട് ബന്ധപ്പെട്ട് പുറത്തും ഒക്കെയാണ് ഉള്ളത് എല്ലാവരും. അപ്പോൾ ആരും ഇല്ല ഇവിടെ സത്യം പറഞ്ഞപ്പോൾ കോമ്പൗണ്ടിൽ. അപ്പം ഇനി മാജിക്ക് സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബോറടി ആയിരിക്കും. അവരെ ഞാൻ ഓൺലൈൻ മദ്രസയിൽ ഞാൻ ചേർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓൺലൈനിൽ ഇരുത്താന്ന് പറഞ്ഞാലും ഈ സ്ക്രീനിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കല്ലേ കുട്ടികൾക്കത്. ഞാൻ കൂടുതലായിട്ട് അവനെ സ്ക്രീനിൻ്റെ മുന്നിൽ ഇരുത്താറില്ല കേട്ടോ. ടി വി ഇരുന്ന് കാണും, അല്ലാതെ ഫോൺ കൊടുക്കുക, ടാബ് കൊടുക്കുകയൊന്നും ചെയ്യൂല. ടാബ് അവനുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര പേടിയാട്ടോ അത്. ഭയങ്കരമായിട്ട് കുട്ടികളെ ഫോണിന് ഇങ്ങനെ ഭയങ്കരമായിട്ട് വേണ്ട. ഒരു ദിവസം കൊടുത്താൽ തന്നെ പിറ്റേ ദിവസം ആ ടൈം ആകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവരിത് ചോദിച്ചുകൊണ്ടിരിക്കും. കുട്ടികളല്ലേ, അവരങ്ങനെയാണല്ലോ. അപ്പം ഞാൻ വളരെ കുറവെന്ന് പറഞ്ഞാൽ കൊടുക്കലില്ല എന്ന് തന്നെ പറയാം. ഫോണൊന്നും അവന് കൊടുക്കൂല കേട്ടോ. ടാബ് വല്ലപ്പോഴും എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് കൊടുത്താലായി, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ടാബ് എടുത്ത് കൊടുക്കും. വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ എടുത്ത് വെക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ കൊടുക്കാറില്ല. പിന്നെ ടി വിയിൽ യൂട്യൂബും ഇതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ കിഡ്സ് യൂട്യൂബ് കാണും. ടി വിയിലാകുമ്പോൾ അങ്ങനെ അങ്ങോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കാനൊന്നും മാജിക്ക് കഴിയൂല കേട്ടോ. അങ്ങനെ ഒരിടത്ത് അടങ്ങിയിരിക്കുന്ന സ്വഭാവക്കാരനല്ല, ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. അപ്പോൾ പിന്നെ ടി വിയുമ്പോൾ അങ്ങനെ അടങ്ങിയിരിക്കുന്ന പരിപാടിയൊന്നുമില്ല. ചിലപ്പോൾ ടി വി ഇട്ട് വെച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കണതാണ്, അങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്നാലും സങ്കടമാണ് കേട്ടോ ആലോചിക്കുമ്പോൾ. ഇനിയിപ്പോൾ കുട്ടികളെ കളിക്കാനൊന്നും ആരും ഇല്ലല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. സാറില്ല, അങ്ങനെ കഴിഞ്ഞു പോകും വിചാരിക്കുക. മുനീഫൊക്കെ ചെറുതായിരുന്ന സമയത്തൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ കളിക്കാനും ഉണ്ട്. പിന്നെ അതുമല്ല, അവന് കീബോർഡ് ഗിറ്റാറൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ സാധാരണ സ്കൂളിലുള്ള ടൈമിൽ വീക്കിലി വൺസ് ആയിരുന്നു ക്ലാസ്. അവനെ കാലിക്കറ്റിൽ നിന്നൊരു ബോബി സാറ് എന്ന് പറഞ്ഞൊരു സാറ് വന്ന് പഠിപ്പിക്കലായിരുന്നു കേട്ടോ. പിന്നെ അവന് ഈ വെക്കേഷൻ ടൈം ആകുമ്പോൾ സ്ഥിരമായിട്ടുള്ള ക്ലാസ്സിന് പോവുമായിരുന്നു. അതേപോലെ തന്നെ സിയും വയലിൻ പഠിച്ചിരുന്നു കേട്ടോ. അവൾ ആ ക്ലാസ്സിനും പോവുമായിരുന്നു. പിന്നെ ഇപ്പോൾ ഇവനിപ്പോൾ അങ്ങനെ ക്ലാസ്സിന് ചേർത്താൽ ആരെയും കൂട്ടി വിടാനോ ഒന്നുമില്ല അപ്പോൾ. അപ്പോൾ അതൊക്കെ വലിയൊരു റിസ്ക്കാണ്. ഞാൻ ഓൺലൈൻ മദ്രസയിൽ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ ഒരു ദിവസത്തിൽ 1 മണിക്കൂറാണ്. പിന്നെ ഓൺലൈനായിട്ടുള്ള സംഭവമൊന്നും കൂടുതൽ വേണ്ടാന്ന് വിചാരിച്ചു. എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ, ഇൻഷാ അല്ലാഹ്. മൂപ്പര് സ്കേറ്റിങ് പഠിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പറ്റിയ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ. കുട്ടികളെ
കുട്ടികൾക്കുള്ള ആഗ്രഹങ്ങളും അതേപോലെയുള്ള എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റും ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും ഒക്കെ നല്ലത് തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നോക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇനിയിപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ. വെക്കേഷൻ ആയി കഴിഞ്ഞാൽ അപ്പോൾ അവനും തന്നെ പിന്നെ അവൻ്റെ ഒരു ചെറിയ ചാനലുണ്ട്, സൂപ്പർ മാസി എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഞാനതിൽ എന്തെങ്കിലുമൊക്കെ ഷോർട്ട് വീഡിയോസ് ഇങ്ങനെ ഇടാറുണ്ട് കേട്ടോ. പിന്നെ കൂടുതൽ വീഡിയോ അവൻ്റെ ആക്ടിവിറ്റീസൊക്കെ വീഡിയോ എടുത്തിടണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. സാധിക്കുമെന്നൊന്നും അറിയില്ല, ടൈം എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയില്ല കേട്ടോ. പിന്നെ അതാണ് മാസി കളിക്കാൻ ആരും ഇല്ലാത്ത കാരണം, ബോറടിക്കണ കാരണമുണ്ട്. ഞാൻ അവൻ്റെ വീട്ടിലുള്ളപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എൻ്റെ കൂടെ നടന്ന് ഇങ്ങനെ ഓരോ ജോലികൾ ചെയ്യണമെന്ന് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ, ആരും കളിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇൻഷാ അല്ലാഹ് ഒക്കെ ശരിയാവും. പിന്നെ അപ്പോൾ നിങ്ങളൊക്കെ ഇനിയിപ്പോൾ വെക്കേഷനായി എന്താ പരിപാടി എന്നൊക്കെ പറയണം കേട്ടോ. പിന്നെ ഒരു ട്രിപ്പ് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് ദിവസം എവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കണം, ഒരു ചേഞ്ച് വേണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ പ്ലാനിങ് എന്താണ്? മക്കളൊക്കെ വെക്കേഷന് എന്താണ് പരിപാടി? 2 മാസം വീട്ടിൽ വെറുതെ ഇരിക്കുക തന്നെ ആയിരിക്കുമോ? അത് എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോവോ, എന്തെങ്കിലുമൊക്കെ ക്ലാസ്സിന് ചേരുമോ? എന്താണ് ഐഡിയ എന്നൊക്കെ ഉള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ കൂടെ പറയാം കേട്ടോ. അപ്പോൾ ഇതാ വൈകുന്നേരം ആയപ്പോൾ ഞാൻ ചെമ്മീനൊക്കെ എടുത്ത് വറുത്തു. ഈ ചട്ടിയിൽ തന്നെ വറുത്തെടുക്കുക ചെയ്തത് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല എന്താ പറയുക, നല്ല മയമുള്ള ചട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ വറുത്തെടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ചിക്കൻ ടിക്ക എയർ ഫ്രയറിലാണ് കേട്ടോ വെക്കുന്നത്. അത് 2 ട്രിപ്പായിട്ട് വെക്കേണ്ടി വരും. 4 സ്റ്റിക്ക് വെച്ചിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഒരു സമൂസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ജ്യൂസ് അടിച്ചു. പിന്നെ 2 ഐറ്റം ജ്യൂസ് ഉണ്ടായിരുന്നു, ലൈം ജ്യൂസും അതേപോലെ തന്നെ ചിക്കു ഷേക്കും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് റൂംമേറ്റും വരുന്നുണ്ട് കേട്ടോ. നാളെ തന്നെ തിരിച്ചു പോവും. എന്തായാലും അവർ വരാനാകുമ്പോക്കിന് ഇതൊക്കെ റെഡിയാക്കി വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടോ. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാൻ കാര്യമായിട്ട് റെസിപ്പിയൊന്നും വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. റെസിപ്പി വേണമെങ്കിൽ ഞാൻ പിന്നെ ഒരു ദിവസമായിട്ട് ചെയ്യാം കേട്ടോ. റെസിപ്പി ആയിട്ട് തന്നെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, റെസിപ്പി ആയിട്ടൊന്നും എടുത്തിട്ടില്ല. നിങ്ങളിനെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചാനലിലൊന്ന് വന്നു പോകാൻ വേണ്ടി മാത്രം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണം. വളരെ ലെങ്ത്ത് കുറവാണ്, 7 or 8 minutes ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി റംസാൻ കഴിഞ്ഞിട്ട് നല്ല അടിപൊളി വ്ളോഗ്സായിട്ട് ഗാർഡനിങ്ങും സ്റ്റിച്ചിങ്ങും കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഉൾക്കൊള്ളുന്ന വീഡിയോസായിട്ട് ഞാൻ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.